ഹലോ മക്കൾസ്, വെൽക്കം ടു എജ്യൂപോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചോദ്യം ഇതാണ്. ഓക്കെ, പെട്ടെന്ന് ചോദ്യത്തിലേക്ക് കിടക്കാണ്. വേറെ ഒരു ലാഗ് അടിപ്പിക്കലും ഇല്ല. ചോദ്യം തരുന്നു, വേഗം തരൂ എന്നാ പിടിച്ചോ. വാട്ട് ഈസ് ദ വൈറ്റൽ കപ്പാസിറ്റി ആൻഡ് ടൈഡൽ വോളിയം? പരീക്ഷയ്ക്ക് 2 മാർക്കിന് അല്ലെങ്കിൽ 3 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്. പിന്നെ 1 മാർക്കിന് എന്താണ് വേറെ ഇതിൻ്റെ ഒരു ബാക്കി പത്രമായിട്ട് വേറൊരു കാര്യം കൂടി ചോദിക്കലുണ്ട്. ടൈഡൽ വോളിയത്തിൻ്റെ അളവെത്ര, വൈറ്റൽ കപ്പാസിറ്റിയുടെ അളവെത്ര, അത് 1 മാർക്കിന് വേറെ ചോദ്യമായിട്ട് ചോദിക്കലുണ്ട്. അല്ലെങ്കിൽ എന്താണ് വൈറ്റൽ കപ്പാസിറ്റി, എന്താണ് ടൈഡൽ വോളിയം, അങ്ങനെയും ചോദിക്കാം. ഓക്കെ, എന്ത് ചോദിച്ചാലും നമ്മൾ ആൻസർ ചെയ്യണം. എന്താണ് വൈറ്റൽ കപ്പാസിറ്റി, എന്താണ് ടൈഡൽ വോളിയം? ഓക്കെ, പറഞ്ഞിട്ടെ എന്നാ പിടിച്ചോ. ആദ്യം ടൈഡൽ വോളിയം എന്താണെന്നുള്ളത് പഠിക്കാം. ഓക്കെ, ടൈഡൽ വോളിയം സിമ്പിളാണ്, പെട്ടെന്ന് പരിപാടി കഴിയും, ഒരു 2 മിനിറ്റ്. ടൈഡൽ വോളിയം എന്ന് പറഞ്ഞാൽ നോർമലി ഇപ്പം നമ്മളെല്ലാവരും ശ്വസിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ അത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും കേട്ടുകൊണ്ടിരിക്കുമ്പോഴും ഒക്കെ എന്ത് ചെയ്യുക, നിങ്ങളിങ്ങനെ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇല്ലേ? നോർമലി നമ്മൾ ഈ ശ്വസിക്കുന്ന വായുവിൻ്റെ അളവാണ് എന്ത്? ടൈഡൽ വോളിയം. നോർമലി നമ്മൾ സാധാരണ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ശ്വസിക്കുന്ന വായുവിൻ്റെ അളവാണെന്ത്? ടൈഡൽ വോളിയം. അത്രേ ഉള്ളൂ. എടാ സിമ്പിളാണ്. ഒരു സാധാരണ ഉച്ഛ്വാസത്തിലൂടെ ഉള്ളിലേക്ക് എടുക്കുകയോ, സാധാരണ കേസിൽ നമ്മൾ ഉച്ഛ്വാസത്തിലൂടെ ഉള്ളിലേക്ക് എടുക്കുകയോ അല്ലെങ്കിൽ നിശ്വാസത്തിലൂടെ പുറത്തേക്ക് വിടുന്നതോ ആയ വായുവിൻ്റെ അളവാണെന്ത്? ടൈഡൽ വോളിയം. ഓക്കെ, നിശ്വാസത്തിലൂടെ പുറന്തള്ളുകയോ ചെയ്യുന്ന വായുവിൻ്റെ അളവാണ് ടൈഡൽ വോളിയം. ഓക്കെ, ടൈഡൽ വോളിയം ഈസ് ദ വോളിയം, അതൊരു വോളിയമാണ്. ഓക്കെ, ഓഫ് എയർ വി ബ്രീത്ത് ഇൻ ആൻഡ് ഔട്ട് ഡ്യൂറിങ് നോർമൽ ബ്രീത്തിങ്. ഓക്കെ, നോർമലി നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഒന്നെങ്കിൽ ഉള്ളിലേക്ക് എടുക്കുന്ന വായുവിൻ്റെ അളവ് അല്ലെങ്കിൽ പുറത്തേക്ക് ഒഴിവാക്കുന്ന വായുവിൻ്റെ അളവ്, ബ്രീത്ത് ഇൻ ചെയ്യുന്ന എയറിൻ്റെ അളവോ ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന എയറിൻ്റെ അളവോ, അതാണെന്ത് ടൈഡൽ വോളിയം. നോർമൽ കേസിൽ ഇപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കല്ലേ, അത് എത്ര ലിറ്റർ അറിയോ? വെറും 1/2 ലിറ്റർ. എത്ര ലിറ്ററാണ്? 1/2 ലിറ്റർ. ഇത് ഏകദേശം 1/2 ലിറ്റർ വരും. എത്ര ലിറ്റർ വരും? 1/2 ലിറ്റർ. ഓക്കെ, 1/2 ലിറ്റർ. അതോടെ പോയി അവിടെ ഉണ്ടോ? അവിടെ എഴുതി വെച്ചിട്ട് ഇറ്റ് ഈസ് അബൌട്ട് 500 ml. ഓക്കെ, 500 ml മാത്രമേ ഉള്ളൂ. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും എന്താണ് ടൈഡൽ വോളിയം. അപ്പോൾ നിങ്ങൾ ആൻസർ ചെയ്യണം നോർമൽ കേസിലുള്ള ബ്രീത്ത് ഇന്നോ ബ്രീത്ത് ഔട്ടോ ആയിട്ടുള്ള എയറിൻ്റെ അളവ്. ഓക്കെ, ഇനി അത് എത്രയെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം 1/2 ലിറ്റർ, 500 ml. ഓക്കെ, ഇനി അഥവാ നിങ്ങളോട് ചോദിക്കുകയാണ് എന്താണ് വൈറ്റൽ കപ്പാസിറ്റി. അപ്പോൾ വൈറ്റൽ കപ്പാസിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് തരാം. മാക്സിമം ഫോഴ്സ്ഫുൾ ഇൻസ്പിരേഷൻ നടത്താം. മാക്സിമം ഫോഴ്സ്ഫുൾ ഇൻസ്പിരേഷൻ, ഗാഢമായ ഉച്ഛ്വാസം. ഇനി ഒന്ന് പുറത്തു കൂട്ടാണ്, ജലദോഷമുള്ളവർ ചെയ്തിട്ടോ. ഓക്കെ, മാക്സിമം ഫോഴ്സ്ഫുൾ ഇൻസ്പിരേഷൻ നടത്തിയതിന് ശേഷം ശക്തമായിട്ട് എന്ത് ചെയ്യുക, ഫോഴ്സ്ഫുൾ എക്സ്പിരേഷൻ നടത്തുക അല്ലെങ്കിൽ ഗാഢമായിട്ടുള്ള നിശ്വാസം നടത്തുക. അപ്പോൾ ഒരു എയർ പുറത്തേക്ക് പോകില്ലേ, ആ എയറിൻ്റെ അളവാണെന്ത്? വൈറ്റൽ കപ്പാസിറ്റി. ഓക്കെ, അപ്പം എന്താണ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. പിടിച്ചോ. അയ്യോ, 1 മിനിറ്റ്. വൈറ്റൽ കപ്പാസിറ്റി ഈസ് ദ വോളിയം ഓഫ് എയർ ദാറ്റ് ക്യാൻ ബി ബ്രീത്ത്ഡ് ഔട്ട്. പുറത്തേക്ക് ഒഴിവാക്കുന്ന വോളിയം ഓഫ് എയർ ആണ്. എങ്ങനെ പുറത്തേക്ക് ഒഴിവാക്കുന്ന? ബൈ മാക്സിമം ഫോഴ്സ്ഫുൾ എക്സ്പിരേഷനിലൂടെ. ഓക്കെ, എന്തിനു ശേഷം? ആഫ്റ്റർ മാക്സിമം ഫോഴ്സ്ഫുൾ ഇൻസ്പിരേഷൻ. ഓക്കെ, മാക്സിമം ഫോഴ്സ്ഫുൾ ഇൻസ്പിരേഷന് ശേഷം നമ്മൾ പുറത്തേക്ക് ഒഴിവാക്കുന്ന വായുവിൻ്റെ അളവാണെന്ത്? വൈറ്റൽ കപ്പാസിറ്റി. ഗാഢമായ ഉച്ഛ്വാസത്തിന് ശേഷം ശക്തിയായിട്ട് നിശ്വസിക്കുമ്പോൾ പുറത്തു പോകുന്ന പരമാവധി വായുവിൻ്റെ അളവാണെന്ത്? വൈറ്റൽ കപ്പാസിറ്റി. ഇതിൻ്റെ അളവാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിൻ്റെ അളവ് ഞാൻ എന്ത് ചെയ്യാൻ അറിയാം, ഇപ്പുറത്ത് എഴുതി തരാം. വൈറ്റൽ കപ്പാസിറ്റി ആണുങ്ങളെ കേസിൽ, മെയിൽസിൻ്റെ കേസിൽ, മെയിൽ ആണ്. ഓക്കെ, ആണുങ്ങളെ കേസിൽ വൈറ്റൽ കപ്പാസിറ്റി എത്ര അറിയാം? എത്ര 4 എത്രയാണ്? 4 ആയിക്കോട്ടെ, 4. ആണിന്റെ കേസിലെ വൈറ്റൽ കപ്പാസിറ്റി എത്രയാണ്? 4.5 ലിറ്റർ. ആണിന്റെ കേസിൽ ഏകദേശം 4.5 ലിറ്റർ വരും. എത്ര വരും? 4 ലിറ്റർ. എന്നാൽ സ്ത്രീകളുടെ കേസിൽ, സ്ത്രീകളുടെ കേസിൽ, ഫീമെയിൽസിന്റെ കേസിൽ ഇത് 3 വരിക. എത്ര വരിക? 3 വരിക വൈറ്റൽ കപ്പാസിറ്റി. ഓക്കെ, 3 ലിറ്റർ കേട്ടോ. അപ്പോൾ ഇത് സെപ്പറേറ്റ് പഠിക്കണം. ഇത് പരീക്ഷയ്ക്ക് 1 മാർക്കിന് ചോദിക്കാറുണ്ട്. ഓക്കെ, ആണിന്റെ ബോഡിയിലെ വൈറ്റൽ കപ്പാസിറ്റി 4.5 ലിറ്റർ. എന്നാൽ പെണ്ണിന്റെ ബോഡിയിലെ വൈറ്റൽ കപ്പാസിറ്റി 3 ലിറ്റർ കേട്ടോ. ഓക്കെ, എന്നാൽ ഇനി പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ് നോർമൽ ടൈഡൽ വോളിയത്തിന്റെ അളവ്. അപ്പോൾ അത് എത്രയാണ്? 1/2 ലിറ്റർ. എന്നാൽ ആണിന്റെ ബോഡിയിലെ ടൈഡൽ വോളിയത്തിന്റെ അളവ് എത്ര? അത് 1/2 ലിറ്റർ. പെണ്ണിന്റെ അതും 1/2 ലിറ്റർ. അത് നോർമലി വെറുതെ ഇരിക്കുമ്പോഴുള്ള ശ്വസിക്കുന്ന വായുവിൻ്റെ അളവില്ലേ, അത് ആണിന്റെ കേസിലാണെങ്കിലും പെണ്ണിന്റെ കേസിലാണെങ്കിലും എത്രയാണ്? 1/2 ലിറ്റർ ആണ്. പക്ഷെ വൈറ്റൽ കപ്പാസിറ്റി അങ്ങനെയല്ല. വൈറ്റൽ കപ്പാസിറ്റി ആണിന്റെ ബോഡിയിൽ 4.5 ലിറ്ററും പെണ്ണിന്റെ ബോഡിയിൽ 3 ലിറ്ററുമാണ്. ഓക്കെ, അതുകൊണ്ടാണ് ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെക്കാൾ ഒന്നും കൂടി ഊർജം
കൂടുതൽ. ഓക്കെ, ഇപ്പോൾ ഒരു ഓട്ട മത്സരമൊക്കെ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആൺകുട്ടികളെയും പെൺകുട്ടികളെയും സെപ്പറേറ്റ് അല്ലേ ഓട്ട മത്സരം നടത്തുക. എന്താ കാരണം? കാരണം ആൺകുട്ടികൾ അത്ര ഫിസിക് ആർക്കും ഉണ്ടാവില്ല, പെൺകുട്ടികൾക്ക് ഉണ്ടാവില്ല. ബിക്കോസ് ആൺകുട്ടികൾക്ക് എന്തുണ്ട്, വൈറ്റൽ കപ്പാസിറ്റി കൂടുതലായിരിക്കും കമ്പയർ ടു ഗേൾസ്. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു ശാസ്ത്രീയ വശം. അപ്പോൾ വെറുതെ ഒന്ന് ഓർത്ത് വെക്കുക, ജസ്റ്റ് സിമ്പിളി പറഞ്ഞോളൂ. അപ്പോൾ ഇവിടെ എന്താണ് വൈറ്റൽ കപ്പാസിറ്റി, എന്താ ടൈഡൽ വോളിയം കറക്റ്റ് പഠിക്കുക. പിന്നെ അതേപോലെ തന്നെ ടൈഡൽ വോളിയത്തിൻ്റെ അളവ്, നോർമൽ അളവ് 1/2 ലിറ്റർ ആണ്. വൈറ്റൽ കപ്പാസിറ്റി ആണിൽ 4.5 ലിറ്റർ, പെണ്ണിൽ 3 ലിറ്റർ. ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, താങ്ക് യു.